കേട്ട പാതി കേൾക്കാത്ത പാതി മുന്നോക്ക സംവരണ തീരുമാനത്തെ ഒന്നും ആലോചിക്കാതെ പിണറായി വിജയൻ സ്വാഗതം ചെയ്തത് വിവാദമായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേന്ദ്ര സർക്കാർ നടത്തിയ പടക്കമാണെന്ന് പറഞ്ഞ് VS കൂടി കളത്തിലിറങ്ങിയതോടെ പിണറായിയുടെ വാദങ്ങൾ പൊളിഞ്ഞു. ഒരു കാരണവശാലും സംവരണ ബില്ലിനെ അനുകൂലിക്കില്ല എന്ന് VS കട്ടയ്ക്ക് പറഞ്ഞു. മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തി ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള മോദി സർക്കാർ നീക്കത്തിനെതിരെ VS അച്യുതാനന്ദൻ പറയുന്നത് സംവരണം സാമ്പത്തിക പദ്ധതി അല്ല, മുൻകാലങ്ങളിൽ CPM എതിർത്തതാണ്. CPMന്റെ ജനാധിപത്യം എന്ന ലക്ഷ്യത്തിൽ സംവരണ നയം വിലങ്ങുതടിയാണെന്നാണ് VS നിലപാട്. ഇതിനനുസൃതമായ പ്രതികരണമാണ് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഉണ്ടായത്. സാമ്പത്തിക സംവരണ തീരുമാനം രാജ്യത്ത് ജാതീയ ചേരിതിരിവിന് കാരണമായേക്കുമെന്നാണ് പാർട്ടി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ നേതാക്കളുടെ നിലപാട്. കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ തലേദിവസം പിണറായി ഇങ്ങനെയൊരു പ്രതികരണം നടത്തേണ്ടിയില്ലായിരുന്നു എന്നാണ് അഭിപ്രായം ഉയരുന്നത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ സംവരണ വിവാദം രൂക്ഷമാണ്. വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഇത്തരമൊരു നിർദ്ദേശം വന്നപ്പോൾ CPM എതിർത്തതാണ്. സംവരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയമായി തരം താഴ്ന്നതിനുള്ള ശ്രമമാണ് BJPയുടേത്. രാഷ്ട്രീയ വ്യാപകമായി ചർച്ച ചെയ്യാതെ സംവരണ കാര്യത്തിൽ തീരുമാനം എടുക്കരുതെന്നും VS ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ തീരുമാനത്തെ CPM സ്വാഗതം ചെയ്തപ്പോഴാണ് വിയോജിപ്പുമായി VS രംഗത്ത് വന്നത്. ശബരിമല വിഷയം കത്തി നിൽക്കുന്നതിനിടെയാണ് പിണറായി വിജയന് പിഴഞ്ഞ ഈ അബദ്ധം. സാമ്പത്തിക സംവരണത്തെ അനുകൂലിക്കുന്നതാണ് പാർട്ടിയുടെ പ്രഖ്യാപിത നയമെങ്കിലും അടിസ്ഥാന വർഗത്തെയൊക്കെ കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള സംവരണ തീരുമാനങ്ങളെ ഒരിക്കലും CPM പിന്തുണച്ചിട്ടില്ല. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്ന തീരുമാനം വന്നപ്പോൾ മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നാക്കക്കാർക്ക് സാമ്പത്തിക സംവരണം വേണമെന്ന് EMS അഭിപ്രായപ്പെട്ടിരുന്നു. ആ നിലപാടിനെതിരെ അന്ന് പാർട്ടിയിൽ കടുത്ത വിമർശനവും ഉയർന്നിരുന്നു. വാജ്പേയി സർക്കാരിന്റെ കാലത്ത് സാമ്പത്തിക സംവരണ നീക്കത്തിൽ കേന്ദ്രം തുനിഞ്ഞപ്പോഴും ശക്തമായി എതിർത്ത പാർട്ടിയാണ് CPM. പിണറായിയുടെ പ്രസ്താവന പോളിറ്റ് ബ്യൂറോ ഇടപെട്ട് തിരുത്തുകയും ചെയ്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ പൊടുന്നനെയാണ് കേന്ദ്രമന്ത്രിസഭ മുന്നോക്ക സംവരണത്തിന് തീരുമാനിച്ചത്. CPM അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ തൊഴിലാളി സംഘടനകൾ പണിമുടക്ക് നടത്തുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് CPMന്റെ കേന്ദ്ര കമ്മിറ്റി കേന്ദ്ര തീരുമാനത്തെ എതിർത്തത്. സ്വകാര്യ വ്യാവസായിക മേഖലകളിലെ തൊഴിലാളികൾക്ക് പ്രതിമാസം 18,000 രൂപയെങ്കിലും മിനിമം വേതനം ലഭിക്കണം എന്നതാണ് പണിമുടക്കിലെ പ്രധാന ആവശ്യം. ആ തുക അനുസരിച്ച് കണക്കാക്കിയാൽ മിനിമം വാർഷിക വരുമാനം 2.25 ലക്ഷമേ വരൂ. അതുപോലും ഉറപ്പാക്കാനാകാത്ത കേന്ദ്ര സർക്കാർ 8 ലക്ഷം രൂപ വരെ സാമ്പത്തിക വരുമാനമുള്ളവർക്ക് സാമ്പത്തിക സംവരണം പ്രഖ്യാപിച്ചതിലെ പൊള്ളത്തരമാണ് CPM കേന്ദ്ര കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത്. സംവരണം സംബന്ധിച്ച ഭരണഘടനാ ലക്ഷ്യങ്ങൾ വ്യക്തമാണെന്നും അത് സാമൂഹ്യ സുരക്ഷയ്ക്കുള്ളതാണെന്നും സാമ്പത്തിക സമത്വത്തിന് കുറുക്കുവഴിയല്ലെന്നും VSന്റെ മുമ്പെയുള്ള നിലപാടാണ്. എന്നാൽ പരോക്ഷമായെങ്കിലും പിണറായിയുടെ അഭിപ്രായത്തോട് പ്രതികരിക്കാൻ അച്യുതാനന്ദൻ മാത്രമാണ് തയ്യാറായത്. ഇടതുമുന്നണിയിലെ രണ്ടാം കക്ഷിയായ CPI മുമ്പേ തന്നെ സാമ്പത്തിക സംവരണത്തിന് എതിരാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശബരിമല ഉൾപ്പെടെയുള്ള എതിരാളികളെ നേരിടുന്നതിൽ പിണറായി വിജയൻ കരുത്തോടെ നിൽക്കുമ്പോൾ ഇത്തരം നയപരമായ കാര്യങ്ങളിൽ സൂക്ഷ്മത കാട്ടുന്നില്ല എന്ന തോന്നൽ പാർട്ടിക്കുള്ളിൽ തന്നെ പലർക്കുമുണ്ട്. എന്നാൽ പുറത്തു പറയാൻ പേടി, പറഞ്ഞാൽ വിഭാഗീയതയായി പരിഗണിക്കപ്പെടും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള BJPയുടെ തട്ടിപ്പിന് പാർട്ടിയുടെ അനിഷേധ്യ നേതാവ് തലവെച്ചു കൊടുക്കേണ്ട എന്ന അഭിപ്രായമാണ് VS ഉൾപ്പെടെയുള്ള പലർക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.